ചെറിയ ഗ്രാമം. അവിടെയൊരു തറവാട് വീട്. വീടിൻ്റെ മുൻപിൽ ചെറിയ തോട്ടവും. ആ വീട്ടിൽ താമസിക്കുന്നത് മീരയും അവളുടെ ഭർത്താവ് അനൂപും. അനൂപിൻ്റെ വീട്ടിൽ വിവാഹം കഴിഞ്ഞ് വലതുകാൽ വെച്ച് കയറുമ്പോൾ മീരയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞതായിരുന്നു. അനൂപ് സ്നേഹമുള്ള ഭർത്താവ്. എന്നാൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അവർക്ക് കുട്ടികളില്ല. ഗ്രാമത്തിലെ ഓരോ വീട്ടിലും കുട്ടികളുടെ ശബ്ദങ്ങൾ. പക്ഷേ മീരയുടെയും അനൂപിൻ്റെയും വീട്ടിൽ നിശബ്ദത മാത്രമായിരുന്നു. വിവാഹം കഴിഞ്ഞ് ആദ്യ മാസങ്ങൾ അവർ സമാധാനിച്ചു. കുട്ടികൾ നമ്മൾക്ക് ഉണ്ടാകുമെന്ന് അവർ മനസ്സിൽ വിചാരിച്ചു. എന്നാൽ മാസങ്ങൾ നിമിഷ നേരം കൊണ്ട് വർഷങ്ങളായി മാറി. കുട്ടികളില്ലാത്തതിൻ്റെ വിഷമം മീര മനസ്സിൽ ഒതുക്കി. ആദ്യ വർഷം അവൾ പ്രതീക്ഷിച്ചു. രണ്ടാം വർഷം അവൾ പ്രാർത്ഥിച്ചു. മൂന്നാം വർഷം നാട്ടുകാരും വീട്ടുകാരും സംസാരം തുടങ്ങി. ഇവൾക്ക് കുഞ്ഞില്ല. ആ അനൂപിൻ്റെ ഒരു വിധി. നാട്ടുകാരെല്ലാവരും പറയുവാൻ തുടങ്ങി. മീര എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി. ഒടുവിൽ അനൂപിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധപ്രകാരം അനൂപും മീരയും ഒരു ഗൈനക്കോളജിസ്റ്റെ കാണുവാൻ തീരുമാനിക്കുന്നു. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. ഗൈനക്കോളജിസ്റ്റിൻ്റെ ആ വാക്കുകൾ മീരയുടെ ഉള്ളിൽ ആ സങ്കടത്തിൻ്റെ ആഴക്കടലായി മാറി. ഡോക്ടർ മീരയോട് പറഞ്ഞത് മീരയ്ക്ക് കുട്ടികളുണ്ടാകുവാൻ ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമായിരുന്നു. ആ വാക്കുകൾ അവളുടെ നെഞ്ചിൽ വീണ കല്ല് പോലെയായി. അന്നു മുതൽ അവൾ ഒറ്റപ്പെടുവാൻ തുടങ്ങി. എന്നാൽ അനൂപ് ഇതെല്ലാം കേട്ടപ്പോഴും അവളെ ചേർത്ത് പിടിച്ചു. സ്നേഹത്തോടെ തന്നെ അവളോട് പറഞ്ഞു, നീ വിഷമിക്കരുത്, ഞാനുണ്ട് നിന്റെ കൂടെ. അനൂപ് മീരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. മീരയ്ക്ക് അനൂപിൻ്റെ ആ വാക്കുകൾ ആശ്വാസമായാലും അനൂപിൻ്റെ കണ്ണിലെ ആ പ്രതീക്ഷ അവൾ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അനൂപിൻ്റെ അച്ഛൻ അമ്മയുടെയും ഏകമകനാണ് അനൂപ്. അച്ഛനും അമ്മയ്ക്കും ഈ വാർത്ത അറിഞ്ഞപ്പോൾ അവരുടെ മനസ്സ് സങ്കടക്കടലായി. ഒരു പേരക്കുട്ടിയെ ലാളിക്കുവാനുള്ള കൊതി കൊണ്ട് നടക്കുകയായിരുന്നു അവർ. പക്ഷേ ഇനി അതുണ്ടാകുകയില്ല എന്നറിഞ്ഞപ്പോൾ അവരുടെ മനസ്സ് വെങ്ങി പൊട്ടുവാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞു. മീരയും അനൂപും ഓരോ ചടങ്ങുകൾക്കും മറ്റും പോകുമ്പോഴും ഓരോ കല്യാണ പാർട്ടികൾ, ഓരോ പേരുവിളി, ഓരോ ബർത്ത്ഡേ പാർട്ടികൾ എല്ലാതും പോകുമ്പോഴും മീര ഒരു കോണിൽ തനിച്ചു നിൽക്കും. രാത്രികളിൽ അനൂപ് ഉറങ്ങുമ്പോൾ വിഷമിച്ച് അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവളുടെ വിഷമങ്ങളെല്ലാം അവൾ ഉള്ളിലൊതുക്കി. ഒരു ദിവസം അവൾ തീരുമാനിച്ചു, ഇത് സമൂഹത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടല്ല, എൻ്റെ ഉള്ളിലെ കുറ്റബോധം കൊണ്ടാണ്. അനൂപ് ഒരു പൂർണ്ണ ജീവിതം വേണം അവന് ഇനി. ഞാൻ കാരണം അവൻ്റെ ജീവിതം തകരരുത്. അങ്ങനെ മീര ഒരു മനസ്സിലൊരു തീരുമാനമെടുക്കുന്നു. ഒരു ദിവസം മീര അനൂപിനോട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, അനൂപ്, നീ മറ്റൊരു വിവാഹം കഴിക്കണം. മീരയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അനൂപ് ഒരു നിമിഷം ഒന്ന് ഞെട്ടി. നീ എന്താണ് ഈ പറയുന്നത്? നീയല്ലാതെ മറ്റൊരു യുവതിയെ എനിക്കൊരിക്കൽ പോലും എൻ്റെ ഭാര്യയായി സങ്കല്പിക്കുവാൻ സാധിക്കുകയില്ല. പക്ഷേ മീരയുടെ ആ വാക്കുകൾ ഉറച്ചതായിരുന്നു. അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നീ എന്തായാലും ഒരു വിവാഹം കഴിച്ചേ പറ്റൂ. നിനക്ക് നല്ലൊരു ജീവിതം കാണണം എനിക്ക്. ഞാൻ കാരണം അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് നീ. പക്ഷേ അനൂപ് ഒരിക്കലും സമ്മതിച്ചില്ല. എന്നാൽ പിന്നീട് മീര അവനോട് പറഞ്ഞു, നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ ഞാൻ വിട്ടുപോകും. നിന്നെ തനിച്ചാക്കി ഈ ലോകം വിട്ട് തന്നെ ഞാൻ പോകും. മീരയുടെ ആ വാക്കുകൾ അനൂപിന് ഹൃദയത്തിൽ മുറിവായി മാറി. ഒടുവിൽ മീരയുടെ സമ്മർദ്ദവും അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകളും എല്ലാം കൊണ്ട് അനൂപ് മറ്റൊരു വിവാഹം കഴിക്കുവാൻ സമ്മതിക്കുന്നു. അങ്ങനെ അനൂപ് മറ്റൊരു വിവാഹത്തിന് സമ്മതം മൂളി. മനസ്സിലെ മനസ്സോടെ അനൂപിൻ്റെ രണ്ടാം വിവാഹത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം മീര നോക്കുന്നു. അനൂപ് പക്ഷേ ഇതേ സമയം മീരയോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു, നീ എൻ്റെ ഒപ്പം മരണം വരെ ഉണ്ടാകണം. മീര അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ തൊട്ടടുത്ത മുഹൂർത്തത്തിൽ അനൂപ് രമ്യ എന്ന നാട്ടിൻപുറത്ത് ഒരു യുവതിയെ വിവാഹം കഴിക്കുവാൻ തീരുമാനിക്കുന്നു. അനൂപിൻ്റെ വിവാഹ ദിവസം
മീരയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എന്നാലും രമ്യയെ അണിയിച്ചൊരുക്കിയത് മീരയായിരുന്നു. മീര അതൊന്നും പുറത്ത് കാണിച്ചില്ല. പക്ഷേ ഉള്ളിൽ അവൾ പൊട്ടിക്കരയുകയായിരുന്നു. വിവാഹം നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ മണിനാഥം മീരയുടെ ചെവിട്ടിൽ വീണപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹൃദയം പൊട്ടുന്നത് പോലെ തോന്നി. വിവാഹ മണ്ഡപത്തിൽ അനൂപ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ മീരയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി. അവൾ തല താഴ്ത്തി കണ്ണുനീർ ആരും കാണാതിരിക്കുവാൻ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. ഒടുവിൽ അനൂപ് രമ്യയുടെ കഴുത്തിൽ താലി ചാർത്തി. അനൂപ് രമ്യയുടെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ മീര അവിടെ നിന്ന് മാറി നടന്നു. വിവാഹത്തിൻ്റെ ആഹ്ലാദത്തിനിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു നിശബ്ദമായ കരച്ചിൽ പോലെ അവൾ അവിടെ നിന്നു പതിയെ നടന്നുപോയി. അങ്ങനെ രമ്യ വലതുകാൽ വെച്ച് അനൂപിൻ്റെ ആ വീട്ടിലേക്ക് കയറി. മീര നിറകണ്ണുകളുമായി അത് നോക്കിക്കണ്ടു. മീരയുടെ മനസ്സ് ഇതേ സമയം മന്ത്രിച്ചു. ഇനി അനൂപിന് മറ്റൊരു യുവതിയും കൂടി. അനൂപിൻ്റെ സ്നേഹമെല്ലാം പങ്കിട്ടെടുക്കുവാൻ ഇനി ഒരു യുവതിയും കൂടി വന്നിരിക്കുന്നു. അവളുടെ കണ്ണുകൾ ആരും കാണാതെ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. രമ്യ വന്നതോടെ വീട്ടിലെ ശബ്ദങ്ങൾ കൂടി. പുതിയ പാത്രങ്ങൾ, പുതിയ ചിരികൾ, പുതിയ സംസാരങ്ങൾ. പക്ഷേ മീര ഇതിനെല്ലാം സാക്ഷിയായി. അനൂപും രമ്യയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മീര അകലെ നിന്ന് അത് നോക്കിക്കാണും. അനൂപ് രമ്യയോടുള്ള അതേ ഇഷ്ടം എല്ലാം മീരയോടും കാണിച്ചിരുന്നു. ഒരിക്കലും അനൂപ് വേർതിരിവ് കാണിച്ചിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രമ്യ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത ആ വീടിനെ തേടിയെത്തി. അനൂപ് സന്തോഷം കൊണ്ട് മതിമറന്നു. അനൂപിൻ്റെ അച്ഛനും അമ്മയും സന്തോഷം കൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞു. എല്ലാവരും മതിമറന്ന് സന്തോഷിച്ചു. അനൂപ് ഇതേ സമയം മീരയോട് നന്ദി പറഞ്ഞു. നീ കാരണമാണ് എനിക്കിന്ന് ഇങ്ങനെയൊരു നല്ലൊരു ജീവിതം കിട്ടിയതെന്ന് പറഞ്ഞു. അവൾ ഒരു നിമിഷം ഒന്ന് പുഞ്ചിരിച്ചു. ഒന്നും പറയാതെ മുറിയിലേക്ക് പോയി. പക്ഷേ അവളുടെ മനസ്സ് ഇതേ സമയം മിങ്ങി പൊട്ടുകയായിരുന്നു. എന്നാൽ മറുഭാഗത്ത് അനൂപിൻ്റെ അച്ഛനും അമ്മയും സന്തോഷം കൊണ്ട് മതിമറന്നു. ഒരു നിമിഷത്തേക്ക് അവർ മീരയെ മറന്നു. മീര ആ മുറിയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും പതിയെ പതിയെ അനൂപ് മീരയോട് കാണിക്കുന്ന സ്നേഹത്തോട് കുറവ് വന്നു തുടങ്ങി. മീരയോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം രമ്യയോട് കാണിക്കുവാൻ തുടങ്ങി. കൂടുതൽ സമയം രമ്യയുടെ ഒപ്പം ചിലവാക്കുവാൻ തുടങ്ങി. മീര അവിടെയുണ്ടെന്നുള്ള കാര്യം പോലും അനൂപ് മറന്നു. ദിവസങ്ങൾ കഴിയും തോറും മീരയിൽ നിന്ന് അനൂപ് അകലുവാൻ തുടങ്ങി. രമ്യയുമായി അവൻ കൂടുതൽ അടുത്തു. മീര ആ വീട്ടിൽ തനിച്ചായി. അനൂപ് രമ്യയെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. എന്നാൽ ഇതെല്ലാം നിറകണ്ണുകളുമായി അകലെ നിന്ന് മീരയ്ക്ക് കാണുവാൻ മാത്രമാണ് സാധിച്ചത്. അവൾ ഒന്നും പറയാതെ ആ വീട്ടിൽ കഴിഞ്ഞു. പുറത്ത് ആഹ്ലാദ ശബ്ദങ്ങൾ, അകത്ത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക്. ഒരു കുഞ്ഞിൻ്റെ വരവ്, ആ വാർത്ത ചിലരുടെ ജീവിതത്തിൽ തുടക്കമായിരിക്കാം. പക്ഷേ മീരയുടെ ജീവിതത്തിൽ അത് ഒരു ഒറ്റപ്പെടലായിരിക്കുമോ? ആ കുഞ്ഞിൻ്റെ വരവ് ഒരു വലിയ സന്തോഷത്തിൻ്റെ തുടക്കമാണോ? അതോ ഒരു വലിയ തകർച്ചയുടെ സൂചനയാണോ മീരയ്ക്ക് സമ്മാനിക്കുന്നത്? മീരയുടെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കും? അവൾ ഇനി തകരുമോ? അതോ പുതിയൊരു വഴിത്തിരിവിലേക്ക് അവളുടെ ജീവിതം മാറുമോ? തുടരും.